ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ജോബി, ഒരു പള്ളിയിൽ അച്ഛനാണ്. വയസ്സ് 30. കാണാൻ ക്ലീൻ ഷേവ് അടിച്ച് ആപ്പിൾ പരുവത്തിൽ. ബോഡി നന്നായി നോക്കുന്നത് കൊണ്ട് ആര് നോക്കിയാലും ഒരെടുപ്പൊക്കെ തോന്നും. അത്യാവശ്യം ഉടായിപ്പായി നടന്നിരുന്ന എന്നെ വീട്ടുകാരുടെ നേർച്ച മൂലം അച്ഛനായത്. അങ്ങനെ പുതിയതായി സ്ഥലം മാറി ഒരു പള്ളിയിൽ വന്നു. ആളുകൾക്കൊക്കെ ബഹുമാനമായിരുന്നു. പള്ളിയിലും മറ്റും ഞാൻ നിൽക്കുമ്പോൾ പെണ്ണുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ആ കൂട്ടത്തിൽ കന്യാസ്ത്രീകളുമുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ ആസ്വദിച്ച് അങ്ങനെ സമയം കടന്നു പോകുമായിരുന്നു. ഒരു ദിവസം കുമ്പസരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം 3 സ്ത്രീകൾ ബാക്കിയുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് എനിക്ക് അവസാനമായി ഒരു സ്ത്രീ കയറി വന്നു. റോസ്മോൾ എന്നായിരുന്നു അവളുടെ പേര്. കാണാൻ അത്യാവശ്യം മോഡേണായ സ്ത്രീ. കഴുത്തിൽ താലിമാല ഉണ്ടായിരുന്നു. ആ സ്ത്രീ കുമ്പസാരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പോയി തുടങ്ങി. റോസ് പറഞ്ഞു, എനിക്ക് പിള്ളേരില്ല അച്ചോ. അതും പറഞ്ഞ് എന്നും വഴക്കാണ്. അമ്മായിയമ്മ വീട്ടിൽ സ്വസ്ഥത തരുന്നില്ല. എന്നും ഒച്ചപ്പാടും ബഹളവുമാണ്. കെട്ടിയോനാണെങ്കിൽ ഒന്നും മിണ്ടില്ല. എന്നെ എന്തു പറഞ്ഞാലും ഒരക്ഷരം പോലും മിണ്ടാതെ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. ഒരു മണക്കൊണാഞ്ചൻ. ഞാൻ പറഞ്ഞു, അതൊക്കെ നേരെയാവും. ഇല്ലച്ചോ, എനിക്ക് മാറ്റാൻ താല്പര്യമുണ്ടായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പുള്ളിക്കും വേണ്ടയാൽ താല്പര്യം. ഞാൻ ചോദിച്ചു, എന്തിനാണ് റോസ്, എന്തിനെ പറ്റിയാണ് പറയുന്നത്? അതച്ചോ, എല്ലാത്തിനെ പറ്റിയുമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, സമാധാനമായി വീട്ടിലേക്ക് പൊക്കോളൂ റോസ്, എല്ലാം നല്ലതേ വരൂ. എന്ത് സമാധാനം അച്ചോ, വീട്ടിൽ പോയാൽ എല്ലാം പോവും. അങ്ങേരെ കൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരാൻ പോലും പറ്റുന്നില്ലല്ലോ. ഞാൻ എന്തെങ്കിലും കൈടുങ്കൈ ചെയ്യും. അല്ലെങ്കിൽ എനിക്കൊരു കൊച്ചിനെ വേണം. എന്നാലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ അമ്മായിയമ്മ എന്നെ കൊല്ലും. അവരുടെ വായലനാവ് കേട്ടിട്ടുണ്ടോ അച്ഛാ? എനിക്ക് അവിടെ പോയ ഒരു സമാധാനവുമില്ല. അങ്ങനെയൊന്നും പറയരുത് റോസേ. കുഞ്ഞുങ്ങൾ ദൈവം തരുന്നതല്ലേ. എനിക്ക് തന്നില്ല അച്ഛാ. ദൈവത്തിൻ്റെ ആളല്ലേ അച്ഛൻ. അച്ഛന് തരാൻ പറ്റുമോ എനിക്കൊരു കുഞ്ഞിനെ? അങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാ റോസ്, അതൊക്കെ തെറ്റല്ലേ. അച്ഛനല്ലെങ്കിൽ വേറെയാൾ, അത് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അച്ഛനാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ്. ഞാൻ ഇടയ്ക്ക് അച്ഛനെ ശ്രദ്ധിക്കാറുണ്ട്. മതി റോസ്, ഇവിടം വരെ മതി. ഇനി കൂടുതലായാൽ ശരിയാവില്ല. സോറി അച്ചോ, ഞാൻ എന്തെങ്കിലും വാവിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. അതൊന്നും സാരമില്ല റോസ്, സമാധാനമായി പോയി വരൂ. എൻ്റെ മനസ്സിലെ സാത്താൻ ഉടലെടുത്തു. ആ സ്ത്രീ പോകുമ്പോൾ ഞാൻ അവരെ വളരെയധികം ശ്രദ്ധിച്ചു. ഒരു സാരിയാണ് വേഷം. മുൻഭാഗവും പിൻഭാഗവും വളരെ വ്യക്തമായി മുഴപ്പോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഉരുണ്ട ഗോളങ്ങൾ പോലെ തുള്ളിത്തുളുമ്പി കളിച്ച് നടക്കുകയാണ് അവയെല്ലാം. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കിടന്നു. എന്നാലും കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്തിയ കുറ്റബോധം എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ അവളെ കുമ്പസരിക്കാൻ കണ്ടു. ആളുകളുടെ ഇടയിലായിരുന്നു ഇപ്രാവശ്യം. ഞാൻ റോസിനെ അടിമുടി നോക്കി. അവൾ എന്നെ കണ്ടു. ഞാൻ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. റോസിനോട് ലാസ്റ്റ് എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറയണമെന്നുണ്ടായി, പക്ഷെ പറഞ്ഞില്ല. റോസ് എന്നെ കണ്ട പാടെ ഏറ്റവും പിന്നിൽ തന്നെ പോയി നിൽക്കുന്നത് കണ്ടു. അത് എനിക്ക് വളരെയധികം സന്തോഷം നൽകി. അങ്ങനെ എല്ലാവരും പോയി റോസ് മാത്രമായി.
എന്താ റോസ്മോൾ പിന്നിലായിപ്പോയത്? പിന്നിലായതല്ലല്ലോ അച്ഛാ, പിന്നിലാക്കിയതല്ലേ? ഞാൻ ചോദിച്ചു. ആരാണ് റോസേ? ഞാൻ കണ്ടു അച്ചോ, അച്ഛൻ എന്നെ നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അച്ഛന് എന്തെങ്കിലും എന്നോട് പറയാൻ കാണുമെന്ന്. ഇനി പറയാൻ കാണില്ലെങ്കിലും കുഴപ്പമില്ല അച്ചോ. അതൊക്കെ പോട്ടെ റോസേ, എന്തായി കാര്യങ്ങളൊക്കെ? എന്ത് കാര്യങ്ങൾ അച്ചോ? അല്ല, പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നു അച്ചോ. ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, കാര്യമൊന്നുമില്ല. റോസ് അന്ന് പറഞ്ഞ കാര്യത്തെപ്പറ്റി ഞാൻ വളരെയധികം ചിന്തിച്ചു. എന്ത് കാര്യം? റോസ് അന്ന് എന്നോട് പറഞ്ഞില്ലേ, അത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അച്ഛാ. ദൈവം അനുഗ്രഹിക്കുന്ന കാര്യം. അതങ്ങനെ പോട്ടെ അച്ചോ, എനിക്ക് ഞാൻ മാത്രം മതി. അത് മാത്രം മതിയോ? കുഞ്ഞുങ്ങളൊന്നും വേണ്ടേ? അതിന് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലല്ലോ. അതിയാനെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല അച്ഛാ. ഞാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചില്ലേ? വേണമെങ്കിൽ ഞാൻ. അച്ചോ, അച്ഛൻ എന്താ പറയുന്നേ? അല്ല, റോസ് മോൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. റോസിൻ്റെ സങ്കടം കണ്ടപ്പോൾ ആരോ എന്നോട് പറയുന്ന പോലെ തോന്നി. അവൾക്ക് വേണ്ടത് സാധിച്ചു കൊടുക്കാൻ ആരോ അല്ല, എൻ്റെ ഉള്ളിലെ സാത്താൻ, പിന്നെ ലോഹയ്ക്കുള്ളിലെ കുരിശും. അച്ഛാ, അത് ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന്. അത് സാരമില്ല. റോസ്മോൾക്ക് അനുഗ്രഹം വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഇന്ന് റോസിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. എനിക്ക് റോസിൻ്റെ ഭർത്താവിനെ കണ്ടൊന്ന് സംസാരിക്കാം, പ്രശ്നങ്ങൾ തീർത്താം. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എന്തെങ്കിലും പോംവഴി തെളിഞ്ഞാലോ? എൻ്റെ മനസ്സിൽ റോസ് മോഹമായി തന്നെ വളർന്നു കഴിഞ്ഞിരുന്നു. അവൾ എന്നെ കൊതിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരുന്നു. വൈകിട്ട് റോസ്മോളുടെ വീട്ടിൽ പോയി ഭർത്താവിനെ കണ്ട് സംസാരിച്ചു. റോസ് പറഞ്ഞ പോലെ തന്നെ ആൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെന്നാണ് തോന്നിയത്. അപ്പോഴേക്കും അമ്മായിയമ്മ സിസിലി എന്നോട് പറഞ്ഞു, അച്ചോ, അച്ഛൻ അവളോടൊന്ന് തനിച്ച് സംസാരിക്കുമോ? അവളാണ് ഇവിടുത്തെ പ്രശ്നം. അവളുടെ തലയ്ക്കൊന്ന് പിടിച്ച് പ്രാർത്ഥിക്ക്. അവൾക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റില്ല അച്ചോ. അതൊക്കെ ശരിയാവും സിസിലി. ഒരു കുഞ്ഞ് ഈ വീട്ടിൽ വരും. അനുഗ്രഹം കാത്തു നിൽക്കുകയാണ്. ആണോ അച്ഛാ? എങ്ങനെയാ? അതിന് ഞാൻ മാത്രം പോരാ, റോസ്മോളുടെ കഠിനമായ പ്രയത്നവും വേണം. അതുണ്ടാവുമോ അച്ഛാ? ഞാൻ അവളെ സമ്മതിപ്പിക്കാം. അത് വേണ്ട സിസിലി, റോസ് സ്വയം വരണം, എന്നാലേ അതിന് ഫലമുണ്ടാവൂ. അവൾ ആ മുറിയിലുണ്ട്. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഇനി അവൾ എതിർത്താലും അമ്മായിയമ്മ അവളെക്കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നെനിക്ക് തോന്നി. ഇതെല്ലാം ആലോചിച്ച് ഞാൻ റൂമിലേക്ക് കയറി. എന്നെ കണ്ട പാടെ അവൾ ചാടി എഴുന്നേറ്റു. ഞാൻ പുറത്തേക്ക് നോക്കി പറഞ്ഞു, ഇങ്ങോട്ട് ആരും വരണ്ട. ഞാൻ റോസ്മോളോട് തനിച്ചൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഡോർ ചാരിയിട്ടു. അവൾ ഒരു ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്, ഷോൾ ഇട്ടിട്ടില്ല. അതിനാൽ തന്നെ മുൻഭാഗമെല്ലാം പുറത്തേക്ക് നന്നായി കാണാമായിരുന്നു. എൻ്റെ നിയന്ത്രണം വിട്ടു തുടങ്ങി. റോസ് പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞാനെല്ലാം കേട്ടോ. എന്നിട്ട് എന്ത് തോന്നി റോസ്? എന്ത് തോന്നാൻ? അനുഗ്രഹം ഇപ്പോൾ വേണോ? ഇനിയിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരിയാവില്ലേ? ഇനിയിപ്പോൾ എല്ലാം അച്ഛൻ്റെ ഇഷ്ടം. അപ്പോൾ റോസ്മോൾക്ക് വേണ്ടേ? വേണം അച്ചോ, എനിക്ക് സുന്ദരൻ അച്ഛനെ വേണം. പുറത്തു പോയിട്ട് നാളെ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയാം. രാത്രിയിലെ തിരിച്ചു വരൂ എന്നും പറയാം. രാത്രിയിലോ? അതെ, രാത്രിയിൽ. അത്രയും വേണ്ടേ? ഓ, അച്ഛൻ്റെ ഇഷ്ടം. റോസിന് ഒരു ഉമ്മ കൊടുത്തു. റോസ് ഞെട്ടിപ്പോയി. പുറത്ത് വന്ന് റോസ്മോളുമായി നാളെ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് സെമിനാരിയിലേക്ക് പോന്നു. പിറ്റേന്ന് രാവിലെ ഒരു കാറിൽ ഞാൻ അവിടെ ചെന്നു. റോസ്മോള് ഒരുങ്ങി നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഭർത്താവ് വരുന്നില്ലേ?
ഇല്ല അച്ഛാ, രാത്രിയിലല്ലേ വരുന്നത്. എനിക്ക് മടിയാ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് റോസ്മോളുടെ ഭർത്താവ് ഒഴിഞ്ഞു. വെറുതെയല്ല അവൾ പറയുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ച് റോസ്മോളെയും കൂട്ടി കാറിൽ ഞാൻ പോയി. എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുടെ വീടുണ്ടായിരുന്നു. ഞാൻ അവളെയും കൂട്ടി അങ്ങോട്ടാണ് പോയത്. കുറേ നാളായല്ലോ അച്ഛോ കണ്ടിട്ട്, നമ്മളെയൊക്കെ മറന്നോ എന്ന് ശ്രീജ ചോദിച്ചു. മറക്കാനോ? ഞാനോ? അങ്ങനെ പറയല്ലേ ശ്രീജ ചേച്ചി, എന്തോരം തന്നിട്ടുള്ളതാ. അവൾ എന്തേ കീർത്തി? അവൾ ജോലിക്ക് പോയതാ. അത് എന്തായാലും നന്നായി. എനിക്ക് അവളെ ഒന്ന് കാണണം. അതിനെന്താ അച്ചോ, കാണാം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ലിപ്പോൾ. ഞാനിവിടെ വന്നത് റോസ്മോൾക്ക് കുട്ടികളില്ല, അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്കാ. ആയിക്കോട്ടെ അച്ചോ, എന്നാൽ ഞാൻ പുറത്തു പോയിട്ട് വരാം. അച്ഛൻ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചു കൊടുക്ക്. ഞാൻ അച്ഛനോട് ചോദിച്ചു, അതാരാ അച്ചോ? അതൊക്കെ പിന്നെ പറയാം, ഇപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. റോസ് നാണിച്ചുകൊണ്ട് എന്നെ നോക്കി. ഞാൻ അകത്ത് പോയി റൂമിൽ ഫാനൊക്കെ ഇട്ടിരുന്നു. റോസ്മോൾ അകത്ത് വന്നു. പേടിയുണ്ടോ? പേടിയുണ്ടച്ചോ, പക്ഷെ എല്ലാം എനിക്ക് വേണ്ടിയല്ലേ. ഞാൻ ലോഹ ഊരി മാറ്റി. ഷർട്ട് ഇട്ടിരുന്നില്ല, ഇന്നർ ബനിയൻ മാത്രമായിരുന്നു. എൻ്റെ ശരീരത്തിലേക്ക് റോസ് നോക്കി. വിരിഞ്ഞ മസിലുകളും ശരീരവുമായിരുന്നു. റോസിൻ്റെ കണ്ണുകൾ വിടർന്നു. അതിനുശേഷം പിന്നെ അവിടെ നടന്നത് വളരെ രസകരവും കുറച്ചൊക്കെ വേദനയും എന്നാൽ അതിലുപരി ഒരുപാട് സുഖവുമുള്ള അനുഭവമായിരുന്നു. അതിനുശേഷം റോസ് എന്നോട് പറഞ്ഞു, അച്ചോ, ഇതുവരയ്ക്കും എനിക്ക് ഇതുപോലൊരു സുഖം ലഭിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവെന്ന് പറയുന്ന മനുഷ്യൻ എന്നെ ഇങ്ങനെ ഒന്ന് സുഖിപ്പിച്ചിട്ട് പോലുമില്ല. ഒരുപാട് നന്ദിയുണ്ടച്ചോ. അച്ഛനെ ഞാൻ ഒരിക്കലും മറക്കില്ല. വളരെ സുഖമുള്ള ഒരു അനുഭവം. ആദ്യമായാണ് ഒരാൾ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. 5 മണിയായപ്പോൾ വാതിലിൽ മുട്ടുകേട്ട് ഞങ്ങൾ എണീറ്റു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരുപാട് നേരം കഴിഞ്ഞു എന്ന ബോധം വന്നത്. ഞാൻ വാതിൽ തുറന്നു നോക്കി. അത് ശ്രീജയായിരുന്നു. ശ്രീജ എന്നോട് ചോദിച്ചു, മോളെ, അച്ഛൻ്റെ പ്രാർത്ഥന എങ്ങനെയുണ്ടായിരുന്നു? റോസ് ചമ്മിയ മുഖത്തോടെ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, റോസ്മോൾ ഇനിയൊരു കുഞ്ഞിന് ജന്മം കൊടുക്കും. അവൾ വളരെയധികം പണിയെടുത്തിട്ടുണ്ട്. ശ്രീജ ഒരു കള്ളച്ചിരി ചിരിച്ചു. ഞാൻ റോസ്മോളെ കണ്ണുറുക്കി കാട്ടി ചിരിച്ചു. ശ്രീജ പറഞ്ഞു, എന്തായാലും നന്നായി പ്രാർത്ഥിച്ചു വിയർത്തു കുളിച്ചതല്ലേ. 2 പേർക്കും നല്ല ക്ഷീണം കാണും. ഇതാ കഴിച്ചോ. ഞങ്ങൾ അവിടെ നിന്നും ഭക്ഷണം കഴിഞ്ഞു ഇറങ്ങാൻ നേരം ശ്രീജയുടെ മകൾ കീർത്തി വന്നു. ഞാൻ ശ്രീജയെ നോക്കി. അവൾ ഒരു കള്ളച്ചിരി ചിരിച്ചു. ഞാൻ വരുന്നുണ്ട് ഇനിയും. ഇവളുടെ കല്യാണമൊക്കെ ശരിയാക്കണ്ടേ. ശ്രീജയും മകളും ചിരിച്ചു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നും പോന്നു. റോസ്മോൾ 10 മാസം കഴിഞ്ഞപ്പോൾ ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു. അച്ഛൻ അടുത്ത പ്രാർത്ഥനയ്ക്കായി കാത്തിരുന്നു. ഇതോടുകൂടി ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു കഥയുമായി കാണാം.